ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ കറിയാണ്. സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചിക്കൻ കറിയാണ് ഇത്. ഒരുപാട് മസാലയൊന്നും ചേർക്കാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചിക്കൻ കറിയാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു കോഴിയാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഇത് 1200 കോഴിയാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഇതിലേക്ക് 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ചിക്കൻ പീസിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം അരമണിക്കൂർ നമുക്കിത് മാറ്റിവെക്കാം. ഇത് അരമണിക്കൂർ മാറ്റി വെച്ചതിന് ശേഷം നമുക്കിത് ചിക്കൻ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു വലിയ കഷ്ണം കറുവാപ്പട്ട ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പേസ്റ്റാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. 1 ടേബിൾ സ്പൂണേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. കൂടുതലായിട്ടൊന്നും ചേർത്ത് കൊടുക്കണ്ട. 1 ടേബിൾ സ്പൂൺ പേസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് കൂടുതൽ ദിവസം അരച്ചത് വെക്കണമെങ്കിൽ ഒരു 3-4 ദിവസത്തോളം ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് അരച്ചു വെച്ചത് ഇരിക്കണമെങ്കിൽ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് അരച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്തിട്ട് അരച്ചു വെച്ചാൽ മതി. അത് കേടാകാതെ ഇരിക്കും. ഇതിലേക്ക് 2 മീഡിയം സൈസ് സവോള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഈ സവോള ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഈ സവോളയുടെ കളറൊക്കെ മാറുന്നിടം വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഈ സവോളയൊക്കെ നന്നായിട്ട് വഴന്നു കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം നന്നായിട്ട് വഴന്നതിന് ശേഷം ഇതിലേക്ക് ഒരു തക്കാളി മിക്സിയിലിട്ട് അരച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ തക്കാളിയും കൂടെ ചേർത്ത് ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് വഴന്നതിന് ശേഷം ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. കാശ്മീരി ചില്ലി ആയതുകൊണ്ടാണ് ഞാൻ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തത്. ഒരു 3/4 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ക്രഷ് ചെയ്ത കുരുമുളകാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം നന്നായിട്ട് വഴന്നതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകത്തിന്റെ പൊടി ചേർത്ത് കൊടുക്കാം. പെരിഞ്ജീരകവും മിക്സിയിലിട്ട് പൊടിച്ചതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആ മസാലയുടെയൊക്കെ പച്ചച്ചുവ മാറുന്നിടം വരെ വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ചേക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ മസാലയെല്ലാം ചിക്കനിൽ നന്നായിട്ട് മിക്സായി വരണം. അതുവരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇതെല്ലാം നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് ആദ്യമേ നമുക്കിത് ഇതുപോലെ അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. വെള്ളമൊന്നും ചേർക്കണ്ട. 5 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം. ആ ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. വെള്ളം ഒട്ടും തന്നെ നമ്മൾ ഒഴിച്ചതല്ല. ആ ചിക്കനിലുള്ള വെള്ളത്തിലാണ് നമ്മൾ 5 മിനിറ്റ് വേവിച്ചെടുത്തേക്കുന്നത്. ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിനി ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇതും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നമുക്ക് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. ഇതുപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 1.5 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇത് എല്ലാ മസാലയും കൂടെ ചേർത്ത് പൊടിച്ച മസാലയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത്. 1.5 ടീസ്പൂണേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇതും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് അടച്ചു വെച്ച് കുറച്ചു നേരം കൂടെ വേവിച്ചെടുക്കാം. നമ്മുടെ ചിക്കൻ കറി റെഡിയായി.
ഞാൻ ഇത്രയും ചാറോടുകൂടിയാണ് എടുക്കുന്നത്. കൂടുതലായിട്ട് ചാറ് വേണ്ട എങ്കിൽ കുറച്ചുകൂടെ വറ്റിച്ചിട്ട് എടുക്കാം. നമ്മൾ ചിക്കൻ നേരത്തെ മസാല പുരട്ടി വെച്ചപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പ് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ചിക്കൻ കറിയിലുണ്ട്, അതുകൊണ്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. ഞാൻ ഇനി തീ ഓഫ് ചെയ്യാണ്. നമ്മുടെ ടേസ്റ്റിയായ ചിക്കൻ കറി റെഡിയായി. അതിനി ഒരു സെർവിംഗ് പ്ലേറ്റിലെടുത്ത് സെർവ് ചെയ്യാം. എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. എന്റെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്